നമ്മളിതേലൊരു പച്ച ഓലയാണോ എടുത്തേക്കുന്നത്. ആദ്യം നമുക്കിതിൻ്റെ തുമ്പ് ഭാഗത്ത് പിടിച്ച് ഇതേപോലെ രണ്ടായിട്ടൊന്ന് കീറിയെടുക്കണം. ഇതേപോലെ സാവധാനം പിടിച്ച് കീറിയാൽ മതി, കത്തിയുടെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ പെതുക്കെ പിടിച്ചാൽ നല്ലതുപോലെ തന്നെ അത് കീറി വരും. ഒരു ഡാമേജ് പോലും കൂടാതെ നമുക്ക് രണ്ട് സൈഡും ഒരേപോലെ തന്നെ കിട്ടുകയും ചെയ്യും. രണ്ട് സൈഡും ഒരേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തുമ്പ് ഭാഗം ഇത്രയും ആവശ്യമില്ല, അപ്പോൾ നമ്മൾ കുറച്ച് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ ആ മോൾ ഭാഗവും കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഭാഗം മാത്രം കേട്ടോ മുറിച്ചെടുത്തേക്കുന്നത്. നല്ല ഭാഗം നോക്കി കുറച്ച് ഭാഗം മാത്രം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെസ്കിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ ഇത് തറയിട്ടാണ് ചെയ്യുന്നത്, കാല് വെച്ച് ചവിട്ടി പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കനമുള്ള ഭാഗം, അപ്പോൾ അടിഭാഗത്തു നിന്നാണ് നമ്മളിത് നെയ്ത് തുടങ്ങുന്നത്, മോളിൽ നിന്നല്ല. അതെപ്പോഴും ഓർത്തോണം, അടിഭാഗത്തു നിന്നാണ് നെയ്യുന്നത്. ആദ്യത്തെ ഒരെണ്ണം വിട്ടിട്ട് രണ്ടാമത്തെ ആ ഓലക്കാല് ഇതേപോലെ ഒന്ന് ഒടിക്കും. കുറച്ച് വിട്ടിട്ട് ഇതേപോലെ ഒടിക്കും, ഒത്തിരി ചേർത്ത് വെച്ച് ഒടിക്കത്തില്ല. എന്നിട്ട് ആദ്യത്തെ ആ ഒരു ഓലക്കാലിൻ്റെ അടിയിൽ കൂടെ ഇതേപോലെ എടുക്കും. അപ്പം എടുക്കുന്ന പീസുകളെല്ലാം ഇതേപോലെ വിരിച്ച് വേണം എടുക്കാൻ, മടക്കി വെച്ച് അതേപോലെ ചെയ്യരുത്. ഇതേപോലെയാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. സാധാരണ നമ്മളിത് ചവിട്ടി പിടിക്കുകയാണ് ചെയ്യുന്നത് കാല് വെച്ചിട്ട്. വീണ്ടും ഇതേപോലെ തന്നെ ഒരെണ്ണം വിട്ടിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള പീസ് ഓടിക്കുന്നത്. ഒരെണ്ണം എപ്പോഴും വിടും, അത് ഓർത്തോണം. ഒടിച്ച പീസിൻ്റെ മേളത്തെ പീസ് വിട്ടിട്ട് അതിൻ്റെ മേൽഭാഗമാണ് നമ്മൾ ഓടിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് അങ്ങോട്ടും പോകുന്നത്, വ്യത്യാസമൊന്നുമില്ല. അതേപോലെ അതിൻ്റെ അടിയിൽ കൂടാണ് നമ്മൾ എടുക്കുന്നത്. ഒടിക്കുന്ന പീസ് തൊട്ടടുത്ത പീസിൻ്റെ അടിഭാഗത്തോടാണ് എടുക്കുന്നത്. ഇതേ രീതിയിലാണ് പോകുന്നത്, അതിനൊരു മാറ്റമില്ല. എന്നിട്ട് അടുത്തതിൻ്റെ മുകളിൽ കൂടെ കയറ്റി ഇങ്ങനെ വെക്കും. വീണ്ടും നമ്മൾ ഇതേ രീതിയിൽ തന്നെ ചെയ്യും. അപ്പം നമ്മൾ ഇങ്ങോട്ട് നെയ്യുമ്പം കൂടുതലായിട്ട് വരും. കണ്ടോ, ഒന്നിൻ്റെ മേളിൽ കൂടെ എടുത്തിട്ട് കണ്ടല്ലോ, ഒന്നിൻ്റെ മേളിൽ കൂടെ എടുത്തിട്ട് അടുത്തതിൻ്റെ താഴെ കൂടെ, ഈ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. സാധാരണ നമ്മൾ പച്ചയോല ഇങ്ങനെ ചെയ്യാറില്ല. നമ്മൾ വീടിനൊക്കെ വേണ്ടി ഇതേപോലെ ഓല നെയ്യുന്നത് ഇതേപോലെ കീറിയ ശേഷം കുറച്ച് നാൾ വെള്ളത്തിനകത്തിട്ട് വെച്ചേക്കും, പിന്നീടാണ് എടുത്ത് നെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ലെവലായിട്ട് കിട്ടും, കുറേ കാലം കൂടെ ഈട് നിൽക്കും. ഇതിപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ പച്ച കാണിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെയൊക്കെ കതവ്, പണ്ട് ഉപയോഗിച്ചിരുന്ന കതവിന് വേണ്ടിയിട്ടൊക്കെ പച്ച നെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ച് ഏകദേശം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പണ്ട് ചെറുപ്പത്തിൽ കണ്ട് ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടുള്ളതേ ഉള്ളൂ, പിന്നീട് ഇപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നെയ്യുമ്പോൾ ഇതേപോലെ ഗ്യാപ്പ് കാണും. ഇത് നമ്മൾ ലാസ്റ്റാണ് റെഡിയാക്കുന്നത്. ആദ്യമേ നമ്മൾ ഈ ഗ്യാപ്പ് ശരിയാക്കി പോകത്തില്ല, ഏറ്റവും അവസാന ഭാഗം എത്തുമ്പോഴാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ മൊത്തം നെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോഴേ അറിയാം ഇതിനിടഭാഗം മൊത്തം നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ശരിയാക്കി വേണം പോകാനായിട്ട്. ആദ്യം നമ്മൾ ഒടിച്ച ഈർക്കലുകളെല്ലാം ഇതേപോലെ താപ്പോട്ട് അടുക്കി കൊടുക്കും, ഈ കാണുന്ന രീതിയിൽ. അപ്പം പച്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ മുറുക്കെ പിടിക്കുമ്പോൾ ഇത് കീറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ പെതുക്കെ പിടിച്ച് ഇതേപോലെ താപ്പോട്ട് നമ്മളിത് അടുക്കി കൊടുക്കും. ഇപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം അടുക്കി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഒടിക്കാത്ത ഈർക്കലുണ്ടല്ലോ, അത് മേപ്പോട്ട് പിടിച്ച് വേണം അടുക്കാൻ. അതുകൊണ്ട് ഈ കാണുന്ന പോലെ അത് മേപ്പോട്ട് പിടിച്ച് പെതുക്കെ സാവധാനത്തിൽ അടുക്കണം. ഈ പറഞ്ഞ പോലെ നമ്മൾ വലിക്കുമ്പം ഇതും കീറിപ്പോയുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ഈ ഭാഗമൊക്കെ എത്തുമ്പോഴത്തേക്കും നല്ല ടൈറ്റ് ആവും, അനങ്ങത്തില്ല. അപ്പോൾ സാവധാനം മാത്രം പിടിച്ചാക്കണം, ഇല്ലെങ്കിൽ ഈർക്കൽ ചിലപ്പം പറഞ്ഞു തരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ സാവധാനത്തിൽ ഇതേപോലെ ഓരോന്നായിട്ട് ഇതേപോലെ പെതുക്കെ വലിച്ച് മുറുക്കി കൊടുക്കുക. ഈ ഭാഗമൊക്കെ എത്തുമ്പോൾ നല്ല ടൈറ്റ് ആവും, നല്ല മുറുകിയിരിക്കും. അപ്പോൾ കുറച്ച് ഇങ്ങനെ പിടിച്ച് നമ്മൾ അടുപ്പിച്ച് കൊടുക്കും. ഇപ്പോൾ ഏകദേശം നമ്മൾ മൊത്തത്തിൽ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഗ്യാപ്പൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം നെയ്ത ഭാഗം, ഈ ഭാഗത്ത് കുറേ ഈർക്കൽ ഇതേപോലെ ഫ്രീ ആയിട്ട് കിടക്കും. അപ്പം അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ താപ്പോട്ട് വെച്ച് ഈർക്കൽ ഈ കാണുന്ന രീതിയിലൊന്ന് ഒടിക്കും. അപ്പോൾ ഒടിക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗമാണ് മേളി വരുന്നത്, തിരിഞ്ഞു വരും ഈർക്കൽ. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതേപോലെ കണ്ടോ, ഇതേപോലെ തിരിച്ചാണ് ഓടിക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ അങ്ങോട്ട് നെയ്തങ്ങ് പോകത്തേ ഉള്ളൂ. ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ നെയ്ത് അങ്ങോട്ട് പോകും. അതിൻ്റെ നീളം എത്രയുണ്ടോ ആ നീളത്തിലാണ് നെയ്ത് പോകുന്നത്. ഇതൊരു 3 ഈർക്കലോ അല്ലെങ്കിൽ 4 ഈർക്കലോ മാത്രമേ നമ്മളിങ്ങനെ ചെയ്യത്തുള്ളൂ, കാരണം അതിനുള്ള സ്ഥലമേ കാണത്തുള്ളൂ.
വീണ്ടും ഇതേപോലെ തന്നെ ചെയ്യുന്നത്, വ്യത്യാസമൊന്നുമില്ല. തിരിച്ചാ ഒടിക്കുന്നത്, അത്രയേ ഉള്ളൂ. നേരെ ഒടിക്കത്തില്ല, അതിൻ്റെ അടിഭാഗം മോളിൽ വരുന്ന രീതിയിൽ നമ്മൾ ഒടിക്കും. ഇത്രേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി നമ്മളിതൊന്ന് ടൈറ്റാക്കി കൊടുക്കണം, ഇപ്പം ചെയ്ത ഭാഗവും. അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്ത ഭാഗം ഊരി വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് അടിഭാഗത്തോടെ വരുന്ന ഒരു ഈർക്കിൽ നമ്മൾ ഇതേപോലെ ഓടിക്കും. തുമ്പ് ഭാഗം ഓടിച്ച ശേഷം ഇതേപോലെ അതിന് ഇടയിലോട്ട് നല്ല ടൈറ്റായിട്ട് വെച്ച് കൊടുക്കും. പിന്നീട് ഒരിക്കലും അത് ഊരി വരത്തില്ല, നല്ല മുറുകി തന്നെ ഇരിക്കും. ഓലക്കാൽ ഒരിക്കലും ഊരി വരത്തില്ല. ഇതേപോലെ 1-2 ഈർക്കിൽ അടിഭാഗത്തുനിന്ന് വരുന്ന ഓലക്കാൽ നോക്കി നമ്മളിതുപോലെ മടക്കി ഒടിച്ച് ഇതേപോലെ കുത്തി കൊടുക്കും ഇതിനിടയിലോട്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, ഊരിപ്പോകത്തുമില്ല. ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ മറു സൈഡും നമുക്ക് ഒന്ന് ചെയ്തെടുക്കണം. അതേ രീതി തന്നെ, വ്യത്യാസമൊന്നുമില്ല. മേലോട്ട് വരുന്ന ഈർക്കൽ ഇതേപോലെ തിരിച്ചൊടിച്ച് താപ്പോട്ടാക്കി കൊടുക്കത്തേ ഉള്ളൂ. നിലത്തിട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ടാണ് നമ്മൾ ഡെസ്കിൻ്റെ മുകളിൽ ഇട്ടത്. വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ 10K അടുപ്പിച്ച് ആവാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡും ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇതും നമ്മൾ ഇതേപോലെ ഒടിച്ച് ലാസ്റ്റ് ഭാഗം ഒന്ന് ഇതേപോലെ 1-2 ഈർക്കൽ ഒന്ന് കുത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഊരിപ്പോവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു പീസ് മാത്രം കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കിയത്. നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പൊക്കി കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടെന്ന്. കണ്ടോ, അതിൻ്റെ അടിഭാഗത്ത് ഒരു തണൽ കണ്ടോ, നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല അടുക്കായിട്ട് നല്ല ഡിസൈനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറയിലുള്ള ആർക്കും ഇത് അറിയുമെന്ന് തോന്നുന്നില്ല, കാരണം ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ആർക്കും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.